ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീടിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം ഇടിമിന്നലേറ്റാണോ എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നു. പുത്തമ്പീടികയിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ ആയിഷയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10 മണിയോടെ വീടിന്റെ വരാന്തയിൽ കണ്ടെത്തിയത്. 71 വയസ്സായിരുന്നു. 2 ദിവസം മുമ്പ് ആയിഷ സമീപത്തെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം വൈകിട്ടോടെ വീടിന്റെ തുറസായ വരാന്തയിലിരുന്ന് വെറ്റിലയും അടക്കയും കൂട്ടി മുറുക്കുവാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പ്രദേശത്ത് കനത്ത മഴയും കാറ്റും ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ആയിഷയുടെ വീടിന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വലിയൊരു പ്ലാവുമരം ഇടിമിന്നലിന്റെ ആഘാതത്തിൽ പിളർന്ന നിലയിലാണ്. ഇതാണ് ആയിഷയുടെ മരണം മിന്നലേറ്റാണോ എന്ന സംശയം ജനങ്ങളിൽ ശക്തമാക്കാൻ കാരണമെന്ന് സമീപവാസിയായ ജിഷ്ണുകുമാർ പറഞ്ഞു. അതാണ് സാധ്യത. അതുവരെ കുഴപ്പമില്ല. ഇവിടെ ഒരു കാറ്റും മഴ ഇടിയുണ്ടായില്ല. അന്നാണ് ഈ മരണം സംഭവിച്ചിരിക്കാൻ സാധ്യത. എന്തോന്നും അറിയില്ല. അതുവരെ ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല. പിന്നെ അവൻ 2 ഇവിടെ നിർക്കണം. ഇപ്പം എന്നാൽ കൃത്യമായിട്ട് ഒരു 3 ദിവസം ഒരു ഇടിയും മഴയും കാറ്റൊക്കെ ഉണ്ടായില്ല. സംശയമുണ്ട്. അങ്ങനെ ഉണ്ട്. ഇപ്പം ഇനി ഡെഡ് ബോഡി അല്ല പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്താൽ അറിയല്ലോ. എൻ്റെ ഒരു സംശയം അതാണ്. ഈ പ്ലാവിങ്ങനെ പിള്ളേരക്കാരും അതുവരെ ഈ പ്ലാവിനൊരു കുഴപ്പമില്ല. അന്ന് ശക്തമായിട്ട് ഇടിമിന്നലും മഴയുണ്ടായിരുന്നു. കാറ്റും നല്ല ഇടിമിന്നലും ഉണ്ടായിരുന്നു. അന്നാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. നിലവിൽ ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നും ഇടിമിന്നലേറ്റതാണോ മരണകാരണം എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി വ്യക്തമാവുകയുള്ളൂ എന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. You are watching VCV News.